സ്പെഷ്യൽ ബീഫ് കറി കണ്ടോ. വെൽക്കം ടു പുന്നീസ് ലക്ഷൻ ടൈം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആർമി ഉദ്യോഗസ്ഥരുടെ ബീഫ് കറിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ബീഫ് കറിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമ്മൾ നല്ല ഒന്നാന്തരം ബീഫ് വാങ്ങി വൃത്തിയാക്കി വിനാഗിരി ഉപ്പും ഒക്കെ ചേർത്ത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് അത് നന്നായിട്ട് കഴുകി വരാനായിട്ട് വെക്കണം. അതിന് ശേഷം ഈ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് പുരട്ടി കുറച്ച് നേരം വെക്കണം. നമുക്ക് അതെന്താ എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇത് 1.5 കിലോ ബീഫാണ്. രണ്ടായിട്ടാണ് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. 2.5 സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി. ഇത് ഫ്രഷ് കുരുമുളക് പൊടിച്ചതാണ്. ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് വിനാഗിരി, ഒരു 1.5 സ്പൂൺ വിനാഗിരി, ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് 1 മണിക്കൂറിന് ശേഷം നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കണം. നമ്മൾ ഇനി ചേർക്കേണ്ടതൊക്കെ സവാള, ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, തക്കാളി, ഇനി മസാലകളെല്ലാം ചേർക്കാനുണ്ട്. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ 1 മണിക്കൂറിന് ശേഷം കുക്കറിൽ വേവിച്ചെടുക്കും. അതിന് മുമ്പായിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ തയ്യാറാക്കും. സവാളയെല്ലാം വഴിച്ചെടുക്കണ്ടേ. അപ്പം ഇത് നല്ല ഒന്നാന്തരം ബീഫ് കറിയാണ്. നമുക്ക് ആദ്യം കുക്കർ വെച്ച് നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഇറച്ചിയാണിത്, ബീഫാണ്. ഇപ്പം തന്നെ അതിൽ നല്ല മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. വേണ്ടി നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി വേവിക്കാം. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടെ ഇട്ട് വഴറ്റി കുറച്ച് മസാല കൂടെ ചേർത്ത് റെഡിയാക്കാം. തവ വെച്ചു, കോക്കനട്ട് ഓയിൽ ഒഴിച്ചു, കടുകിട്ടു, ചെറിയ ഉള്ളി ഇട്ടു, മുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, അടുത്ത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാം.
ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ മൂപ്പിക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ബ്രൗൺ ഷെയ്ഡായി. ഇനി 4-5 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരുന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒരുവിധം നന്നായിട്ട് മുപ്പിച്ചെടുക്കാം. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇടുകയാണ്. ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾ പൊടി. നമ്മൾ നേരത്തെ ഇറച്ചിക്കകത്ത് വേവിക്കുന്നതിനകത്ത് പുരട്ടി വെച്ചിരിക്കുന്നതിനകത്തെല്ലാം ഇതെല്ലാം പുരട്ടി വെച്ചിരിക്കുകയായിരുന്നു. മല്ലിപ്പൊടി 1.5 സ്പൂൺ മല്ലിപ്പൊടി. 1.5 സ്പൂണെന്ന് പറഞ്ഞാൽ ഇത് ചെറിയ സ്പൂണാണ്. മുളക് പൊടി, എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് മൂപ്പിക്കാം. നമുക്ക് പൊടികളുടെ പച്ച മണം മാറാനായിട്ട് നമുക്ക് മൂടി വെച്ച് കുറച്ച് നേരം മൂടി വയ്ക്കാം. പൊടികൾ നമ്മൾ ചേർത്തെല്ലാം പാകത്തിന് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്പെഷ്യൽ മസാല, ഗരം മസാല. ഇതാണ് മിലിറ്ററി മസാല. അവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. ഇതുകൊണ്ട് അവർ നന്നായിട്ട് ഫുഡ് കഴിക്കും. ആ മസാല നമ്മൾ ചേർത്തു. ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ അത് മൂടി വെച്ച് വേവിക്കാം. മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കട്ടെ കേട്ടോ. നമുക്ക് ഫൈനൽ ടച്ച് നടത്താം. കറിവേപ്പില കീറിയിടാം. ഇളക്കി കൊടുക്കാം. കണ്ടോ? ഇതാണ് നമ്മുടെ മിലിറ്ററി ബീഫ് കറി. കണ്ടോ? കപ്പയും ബീഫും എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം. ചോറ്, ചപ്പാത്തി, പൂരി.
താങ്ക് യു ഫോർ വാച്ചിങ്.